ഇടുക്കി പരുന്തുംപാറയിലെ 110 ഏക്കർ കയ്യേറ്റം കണ്ടെത്തിയ സംഭവത്തിൽ തുടർ നടപടികൾ വൈകിപ്പിച്ച റവന്യൂ വകുപ്പ് 41.5 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചുവെന്ന് പറയുമ്പോഴും വൻകിട കയ്യേറ്റക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പോലീസിനടക്കം നൽകേണ്ട ലിസ്റ്റാണ് റവന്യൂ വകുപ്പ് വൈകിപ്പിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടൽ നടപടികൾ വൈകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. പരുന്തുംപാറയിൽ വ്യാപക കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാരംഭ നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ചില സ്ഥലങ്ങളിൽ മാത്രം ബോർഡ് സ്ഥാപിച്ച് റവന്യൂ വകുപ്പ് നടപടികൾ അവസാനിപ്പിച്ചു. കൂടുതൽ നടപടികൾക്കായി കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് റവന്യൂ വകുപ്പ് പോലീസിന് കൈമാറേണ്ടതായുണ്ട്. കയ്യേറ്റക്കാർക്കെതിരെ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം കേസെടുക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ കയ്യേറ്റക്കാരുടെ പേരുവിവരങ്ങൾ ഇതുവരെ റവന്യൂ വകുപ്പ് പോലീസിന് കൈമാറിയിട്ടില്ല. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പീരുമേട് MLA വാഴൂർ സോമൻ ആവശ്യപ്പെട്ടു. ഭൂമി കയ്യേറ്റത്തെ സംബന്ധിച്ച് ചില വാർത്താ മാധ്യമങ്ങളിൽ ഒരു പ്രചരണം നടക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ 110 ഏക്കർ സ്ഥലം തിരിച്ചു പിടിച്ചതായിട്ടാണ് റവന്യൂ അധികാരികൾ അറിയിച്ചത്. എന്നാൽ ഈ ഭൂമി തിരിച്ചു പിടിച്ച് ഒരു മാസം പിന്നിട്ടിട്ടുണ്ട്. ഭൂമി കയ്യേറിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് അവരെ അകത്താക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ കൂട്ടാക്കിയിട്ടില്ല. ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ കേസെടുക്കുകയും ഈ കയ്യേറ്റം പൂർണ്ണമായും തടയുവാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരുന്തുംപാറയിലെ വിനോദസഞ്ചാര മേഖലയിൽ 110 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിട്ടുണ്ടെന്നായിരുന്നു പീരുമേട് തഹസിൽദാരുടെ കണ്ടെത്തൽ. ഇതിൽ ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന ഷീബ ജോർജ് തുടർ നടപടികൾക്ക് ഉത്തരവിടുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഏതാനും സ്ഥലങ്ങളിൽ മാത്രമുള്ള റവന്യൂ വകുപ്പിന്റെ നടപടി. ഷീബ ജോർജ് മാറി പുതിയ കളക്ടർ വന്നതിന് പിന്നാലെയാണ് നടപടികൾ മന്ദഗതിയിലായതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ജനം, ഇടുക്കി.